ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സിവിൽ എഞ്ചിനീയറിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ലാബിലെ 9th എക്സ്പെരിമെൻറ്റ് പ്ലാൻ സെക്ഷൻ ആൻഡ് എലിവേഷൻ ഓഫ് എ പബ്ലിക് ലൈബ്രറി വിത്ത് മെസനൈൻ ഫ്ലോർ. സോ ഇവിടെ നമ്മൾ ഒരു പബ്ലിക് ലൈബ്രറി ആണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റിക്വയർമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എസെൻഷ്യലായിട്ട് വേണ്ടുന്ന ഫെസിലിറ്റീസ് ഒരു ഇഷ്യൂയിങ് കൗണ്ടർ, പിന്നെ റീഡിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ ബുക്സ് ബൈൻഡ് ചെയ്യാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യണം, പിന്നെ ബുക്ക് ഷെൽഫ്സ് അറേഞ്ച് ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ചെറിയ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ ഒരു റൂം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നെസസറി ആയിട്ട് ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം, വരാന്ത പ്രൊവൈഡ് ചെയ്യാം, കോറിഡോർസ് പാസേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പബ്ലിക് ലൈബ്രറി ഒരു പബ്ലിക് ബിൽഡിംഗ് ആയതുകൊണ്ട് നമ്മൾ സഫിഷ്യൻറ്റ് ഏരിയ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹൈറ്റും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഇത് റീഡിംഗ് പർപ്പസിന് വേണ്ടിയും അതേപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള പർപ്പസിന് വേണ്ടിയും ആയതുകൊണ്ട് ഇവിടെ ലൈറ്റിങ്ങും അതുപോലെ എയർ സർക്കുലേഷനും വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന് ഹൈറ്റ് കൂടുതൽ കൊടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ ഏരിയയും ആവശ്യത്തിന് കൊടുക്കണം. വിൻഡോസും മാക്സിമം പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ മെസനൈൻ ഫ്ലോർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് ബുക്ക് ഷെൽഫ്സ് അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഇത്രയും ഹൈറ്റ് ആവശ്യമില്ല. ശരിക്കും നമ്മളൊരു 4.2 മീറ്ററൊക്കെ ഹൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ബുക്ക് ഷെൽഫ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡയമെൻഷനിൽ ഒരുപാട് സ്പേസ് വേസ്റ്റായി പോകും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെസനൈൻ ഫ്ലോർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. സാധാരണ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈബ്രറീസ്, മ്യൂസിയംസ്, ഗാലറീസ് ഇവിടെയൊക്കെയാണ്. കോമൺ റെസിഡൻസിൽ ഇത് പ്രൊവൈഡ് ചെയ്യാറില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെസനൈൻ ഫ്ലോറിലേക്ക് ഒരു സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ മെസനൈൻ ഫ്ലോറിൻ്റെ ഹൈറ്റ് നമ്മളൊരു 2 മീറ്റർ അബോവ് പ്രൊവൈഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമുക്ക് മെസനൈൻ ഫ്ലോർ വരുന്ന രീതിയിൽ നമ്മളൊരു പ്ലാൻ സിംഗിൾ ലൈൻ സ്കെച്ച് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നേരത്തെ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ വാൾ തിക്നെസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ലൈബ്രറിയുടെ പ്ലാനാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ 1:100 സ്കെയിലാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് 20 സെൻറ്റിമീറ്റർ തിക്ക് വാൾസിനെ നമ്മൾ 2 മില്ലിമീറ്റർ ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ സിംഗിൾ ലൈൻ സ്കെച്ചിലുള്ള ഫിഗറിനെ ഡബിൾ ലൈൻ സ്കെച്ചിലേക്ക് മാറ്റുവാണ്.
ഇവിടെ ഞാൻ മെസനൈൻ ഫ്ലോറിൻ്റെ സ്റ്റെയറാണ് വരയ്ക്കുന്നത്. സോ അതിനെനിക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ എനിക്ക് മെസനൈൻ ഫ്ലോറിൻ്റെ ഹൈറ്റ് ഞാൻ 210 സെൻറ്റിമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇവിടെ 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരു ഫ്ലോറിലേക്ക് എനിക്ക് സ്റ്റെപ്സ് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ 15 സെൻറ്റിമീറ്റർ റൈസ് വരുന്ന എത്ര സ്റ്റെപ്സ് വേണ്ടി വരും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് 210 ഡിവൈഡഡ് ബൈ 15 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് നോക്കാം. 14 കിട്ടും, 14 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 14 നമ്പർ ഓഫ് സ്റ്റെപ്സ് എങ്കിലും കൊടുത്താൽ മാത്രമേ 210 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരു ഫ്ലോറിലേക്ക് ഈ സ്റ്റെയർ വഴി എത്താൻ വേണ്ടി പറ്റും. സോ ഞാൻ 14 സ്റ്റെപ്സ് കൊടുക്കണം എന്ന് കണ്ടു. അതാണ് ഞാൻ ഈ കാണുന്ന സ്പേസിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടി എനിക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്ത ഈ ഒരു ഏരിയ, ആ ഏരിയയിൽ സ്റ്റെപ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എനിക്ക് പ്ലാനിൽ ഞാൻ കാണുന്നത് ഈ സ്റ്റെപ്സിൻ്റെ ട്രെഡ്സ് ആണ്. സോ ട്രെഡ്സ് 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 1:100 പ്ലാനിൽ അതിനെ 3 മില്ലിമീറ്റർ ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. സോ ഞാൻ 3 മില്ലിമീറ്റർ ഡയമെൻഷൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. സോ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 ഇങ്ങോട്ടേക്കും 7 ഈച്ച്. സോ എനിക്ക് 14 സ്റ്റെപ്സ് കിട്ടും. ഇത് വെച്ച് എനിക്ക് ഈ സ്റ്റെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്ലാനിൽ ഈ രീതിയിലായിരിക്കും സ്റ്റെപ്സ് കാണാൻ വേണ്ടി പറ്റുക. ഇനി ഞാൻ ഇത് സിൽ ലെവലിൽ കട്ട് ചെയ്തിട്ട് താഴേക്ക് നോക്കുന്നതായതുകൊണ്ട് സിൽ ലെവലിൻ്റെ താഴെ വരുന്ന സ്റ്റെപ്സിൻ്റെ എഡ്ജസ് മാത്രം ബോൾഡ് ലൈനിൽ കാണിക്കുക, ബാക്കിയുള്ളത് ഡോട്ടഡ് ലൈനിൽ കാണിക്കുക. അത് എത്ര സ്റ്റെപ്സ് ആയിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എനിക്കിവിടെ സിൽ ലെവലിലേക്കുള്ള ഹൈറ്റ് അസ്യൂം ചെയ്യണമെങ്കിൽ എനിക്ക് ഡോറിൻ്റെ ഹൈറ്റും അതുപോലെ വിൻഡോയുടെ ഡെപ്തും അറിയണം. ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡോറ് 210 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളതാണ്. അതുപോലെ വിൻഡോ ഒരു 1.5 മീറ്റർ ഡെപ്ത് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ 210 മൈനസ് 150 അത് ചെയ്ത് കഴിഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ 60 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള സിൽ ലെവലാണ് ഞാൻ ഈ ഫ്ലോർ ലെവലിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ എനിക്കവിടെ 60 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് 4 എണ്ണമാണ് കട്ടായി പോകുന്നത്. സോ ഞാൻ താഴെ നിന്ന് 4 ലൈൻസ് ബോൾഡാക്കി വരയ്ക്കണം, ബാക്കിയുള്ള ലൈൻസ് ഡോട്ടഡ് ആക്കിയിട്ട് മാറ്റണം. സോ ആ രീതിയിൽ ഇത് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം
സോ ഈ രീതിയിൽ എനിക്കിതിൻ്റെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇവിടെ എനിക്ക് വരാന്ത പ്രൊവൈഡ് ചെയ്യാം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്യൂയിങ് സെക്ഷൻ ആയിരിക്കും. അതിനുശേഷം ഈ ഓപ്പൺ ഏരിയ നമുക്ക് റീഡിംഗ് പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഇത്രയും പോർഷനിലുള്ള മെസനൈൻ ഫ്ലോറിൽ എനിക്ക് ബുക്സ് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ ബൈൻഡിങ് സെക്ഷനായിട്ട് ഈ മെസനൈൻ ഫ്ലോറിൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മെസനൈൻ ഫ്ലോറിൻ്റെ മുകളിലാണെങ്കിൽ എനിക്കവിടെ ബുക്ക് ഷെൽഫ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി വരുന്ന ഏരിയ ഇത്രയും പോർഷൻ എനിക്ക് ഒരു പബ്ലിക് മീറ്റിംഗ് അല്ലെങ്കിൽ ഗ്യാതറിങ്ങിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി ഇവിടെ എനിക്ക് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യാം. സോ ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു പബ്ലിക് ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ യൂസ് ചെയ്തിട്ട് എനിക്ക് മെസനൈൻ ഫ്ലോറിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഈ പബ്ലിക് ലൈബ്രറിയുടെ ഫൈനൽ പ്ലാനിൽ ഞാൻ കുറച്ചുകൂടെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ വരാന്തയിലൂടെ എൻ്റർ ചെയ്യുന്നു. ഇവിടെ വരാന്തയ്ക്ക് ജസ്റ്റ് ഒരു സ്ലാബും അതിന് താഴെ 2 ബീംസും ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബീംസിൻ്റെ മീറ്റിംഗ് പോയിന്റിൽ താഴേക്ക് ഒരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വരാന്തയിൽ നിന്ന് ഈ ഡോറിലൂടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഇഷ്യൂയിങ് സെൻ്ററാണ്. സോ ഇവിടെ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നേരത്തെ വരച്ച സ്റ്റെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന് ഇവിടെ സഫിഷ്യൻറ്റ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. സോ ഇവിടെ ഞാൻ ബൈൻഡിങ് സെക്ഷനായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഈ ബൈൻഡിങ് സെക്ഷനും ഞാൻ 2.1 മീറ്റർ മാത്രമാണ് ഹൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 2.1 മീറ്ററിന് ശേഷം ഇവിടെ മെസനൈൻ ഫ്ലോറാണ് വരുന്നത്. ഈ മെസനൈൻ ഫ്ലോർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും പോർഷനിലാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇതിനുശേഷം എനിക്ക് മെസനൈൻ ഫ്ലോറിൻ്റെ താഴത്തെ ഈ പോർഷനിൽ ഇവിടെ ഇത്രയും ഭാഗത്ത് സ്റ്റെയർ വരും. സ്റ്റെയർ ഇത്രയും പോർഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന സ്പേസ് വേക്കൻ്റ് ആണ്. സോ എനിക്ക് ഓപ്പൺ സ്പേസ് ആയിട്ട് ഇത്രയും പോർഷൻ താഴെ കിട്ടും. സോ ആ പോർഷനിൽ എനിക്ക് ഇത്രയും പോർഷനിൽ ബുക്ക് ഷെൽഫ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി വരുന്ന സ്പേസിൽ എനിക്ക് റീഡിംഗ് പർപ്പസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ ഞാൻ ഈ രീതിയിൽ സ്റ്റെയർ കയറിയിട്ട് ഇവിടെ എത്തുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സ്ലെൻഡറായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. സോ അതെനിക്കൊരു കോറിഡോറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ എനിക്കൊരു വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുവഴി എൻ്റർ ചെയ്തിട്ട് ഈ വാഷ് ബേസിൻ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ മെസനൈൻ ഫ്ലോറിൻ്റെ മുകളിൽ ഇത്രയും പോർഷനിൽ എനിക്ക് ബുക്ക് ഷെൽഫ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതെനിക്ക് ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഈ ബൈൻഡിങ് സെക്ഷൻ്റെ മുകളിൽ മെസനൈൻ ഫ്ലോറിൽ വരുന്ന പോർഷൻ കൂടെ എനിക്ക് ബുക്ക് ഷെൽഫ്സ് വെക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എനിക്ക് ഇഷ്യൂയിങ് സെൻറ്ററും ഈ ഒരു ഓപ്പൺ ഏരിയ എനിക്ക് റീഡിംഗ് പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാനും ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണുന്നത് ഒരു ക്ലോസ്ഡ് റൂമാണ്. അതെനിക്ക് മീറ്റിംഗ് പർപ്പസിന് വേണ്ടിയോ ഗ്യാതറിംഗ് പർപ്പസിന് വേണ്ടിയോ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ടോയ്ലറ്റാണ്. സോ ഇതൊരു പബ്ലിക് ബിൽഡിംഗ് ആയതുകൊണ്ട് 2 സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഫോർ മെൻ ആൻഡ് വുമൺ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേഞ്ചസാണ് ഇതിൽ വരുത്തിയത്. സോ നമുക്ക് ഇവിടെ സ്റ്റെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താഴത്തെ ഓപ്പൺ സ്പേസിലൂടെ ഈ സ്റ്റെയറിലേക്ക് എൻ്റർ ചെയ്യാൻ വളരെ സൗകര്യമായിരിക്കും. അതുപോലെ ഈ സ്റ്റെയർ റെസ്റ്റ് ചെയ്യുന്നത് ഈ ഡോട്ടഡ് ലൈൻ കാണിച്ച ബീമിൻ്റെ മുകളിലാണ്. സോ ഇത്രയും ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഈ പ്ലാനിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡോർസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഈ കാണുന്ന റൂംസിനെല്ലാം വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വെന്റിലേറ്റേഴ്സ് ടോയ്ലറ്റിന് പ്രൊവൈഡ് ചെയ്യാം ഈ 2 സൈഡിലും. പിന്നെ ഹാച്ചിങ് പ്രൊവൈഡ് ചെയ്യാം, ഡയമെൻഷൻസ് പ്രൊവൈഡ് ചെയ്യാം, ലേബലിംഗ് കണ്ടക്ട് ചെയ്യാം, സ്റ്റെയറിൻ്റെ എയറോ മാർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ സ്റ്റെയറിൽ നേരത്തെ പറഞ്ഞതുപോലെ 4 നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിരിക്കും സിൽ ലെവലിന് താഴെ വരുന്നത്. സോ എക്സ്ക്ലൂഡിങ് ദ 4 സ്റ്റെപ്സ് ദ റിമൈനിങ് സ്റ്റെപ്സ് ഷുഡ് ബി ഷോൺ ഇൻ ഡോട്ടഡ് ലൈൻസ്. സോ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സിൻ്റെ എഡ്ജസ് ഡോട്ടഡ് ലൈനിലേക്ക് മാറ്റണം. പിന്നെ
എനിക്ക് ത്രൂ ഔട്ട് വാളിൻ്റെ ഔട്ടർ സ്പേസിൽ പ്ലിന്ത് പ്രൊവൈഡ് ചെയ്യണം. പ്ലിന്ത് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം എനിക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കോൺക്രീറ്റ് സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൂഫ് എഡ്ജസ് അത് മാർക്ക് ചെയ്യണം. അതൊരു 60 സെൻറ്റിമീറ്റർ വാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒരു 60 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 6 മില്ലിമീറ്റർ. സോ 6 മില്ലിമീറ്റർ വിട്ടിട്ട് എനിക്ക് ത്രൂ ഔട്ട് സ്ലാബ് എഡ്ജസ് പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം എവിടെയൊക്കെ വിൻഡോ കൊടുക്കുന്നുണ്ടോ അവിടെയൊക്കെ സൺഷെയ്ഡ് ഉണ്ടാവും. ആ സൺഷെയ്ഡും ഡോട്ടഡ് ലൈനാക്കി കാണിക്കണം. സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്ലാൻ കംപ്ലീറ്റ് ചെയ്തതായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് എത്രയൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് പറയാം. സോ ഇവിടെ എനിക്ക് വരാന്ത 2.5 മീറ്റർ ബൈ 1.5 മീറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് കാണുന്ന ഇഷ്യൂയിങ് സെൻറ്ററിൻ്റെ വിഡ്ത്ത് 5 മീറ്റർ ആണ്. സോ ഇവിടെ എനിക്ക് ബൈൻഡിങ് സെക്ഷൻ 2 മീറ്റർ ബൈ 3 മീറ്റർ ആണ്. അതിനുശേഷം ഇത്രയും പോർഷൻ 5 മീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 5 മീറ്റർ. ഇവിടെ എനിക്ക് സ്റ്റെയർ റൂമിന് വേണ്ടി ഒരു 3 മീറ്റർ ബൈ 3 മീറ്റർ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 മീറ്റർ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 മീറ്റർ. ഇവിടെ വരുന്ന എക്സ്ട്രാ 1 മീറ്റർ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് മുകളിലും താഴെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ലാൻഡിങ് 0.9 മീറ്ററാണ് വരുന്നത്. ബാക്കി വരുന്ന 2.1 മീറ്ററിൽ ഞാൻ 7 നമ്പർ ഓഫ് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുത്തെ 7ഉം 14 നമ്പർ ഓഫ് സ്റ്റെപ്സ് വരും. ഇതിനുശേഷം ഈ മീറ്റിംഗ് റൂം 3 മീറ്റർ ബൈ 5 മീറ്ററാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റ് 3 മീറ്റർ ബൈ 3 മീറ്ററാണ്. അതിൽ 1.5 മീറ്റർ ബൈ 1.5 മീറ്ററാണ് ഓരോ വാട്ടർ ക്ലോസറ്റിൻ്റെയും ഡയമെൻഷൻ. സോ ബാക്കി വരുന്ന ഏരിയ ഓപ്പണായിട്ട് ഒരു റീഡിംഗ് പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഈ പബ്ലിക് ലൈബ്രറിക്ക് ഡയമെൻഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ സെക്ഷണൽ ലൈൻ എടുക്കുന്നത് ഈ ലൊക്കേഷനിലാണ്. ഈ ബിൽഡിങ്ങിനെ ഈ ലൈനിലൂടെ കട്ട് ചെയ്തിട്ട് ഈ ഡയറക്ഷനിലേക്കാണ് നോക്കുന്നത്. സോ ഇവിടെ സെക്ഷണൽ വ്യൂ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടുന്ന് ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ ഇതിന് മുകളിലും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടുന്ന് ഒരു 5 സെൻറ്റിമീറ്റർ ക്ലിയറൻസ് കൊടുത്തതിന് ശേഷം വരയ്ക്കുന്നു. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ മീറ്റിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 45 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ സെക്ഷണൽ ലൈനുമായിട്ട് പ്ലാനിലെ ഓരോ പോയിന്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയൊക്കെയാണോ അതൊക്കെ ഈ പ്ലാനിൽ ലൊക്കേറ്റ് ചെയ്യുന്നു. ആ പോയിന്റ്സ് എല്ലാം ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ യൂസിങ് കൺസ്ട്രക്ഷൻ ലൈൻസ് എക്സ്റ്റെൻഡ് ഓൾ ദ പോയിന്റ്സ് വിച്ച് ഗെറ്റ് ഇൻ്റർസെക്റ്റഡ് ബൈ ദ സെക്ഷണൽ ലൈൻ ആൻഡ് ദ പ്ലാൻ. സോ നമ്മൾ ഈ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ലൈൻസ് ഈ 45 ഡിഗ്രി ആംഗിളിൽ നിന്ന് മുകളിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. സോ ഈ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സെക്ഷണൽ വ്യൂവിൽ വരുന്ന ഓരോ പാർട്ടും ഇവിടെ കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്ന പാർട്സ് ഫുള്ളായിട്ട് വരച്ച് ചേർത്ത് കഴിഞ്ഞാൽ സെക്ഷണൽ വ്യൂ കംപ്ലീറ്റഡ് ആയിരിക്കും. സോ ഇവിടെ എനിക്ക് ഈ രീതിയിൽ എല്ലാ പോയിന്റും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഈ പ്രൊജക്റ്റ് ചെയ്ത ലൈൻസ് വാൾ തിക്നെസ്സായി യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ സെക്ഷണൽ വ്യൂ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ഈ സെക്ഷണൽ വ്യൂ വരയ്ക്കുന്ന പാർട്ടിൽ ഞാൻ ഡിഫറൻറ്റ് ലെവൽസ് വരച്ച് ചേർക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഡിഫറൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി
വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതിന് ഞാൻ ഗ്രൗണ്ട് ലെവലായി അസ്യൂം ചെയ്യുകയാണ്. സോ ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഞാൻ കാണുന്നത് ബേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലിന്ത് ലെവൽ. സോ അതെനിക്ക് 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ 45 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 15 സെൻറ്റിമീറ്റർ വരുന്ന 3 റൈസസ് ഇവിടെ കൊടുക്കേണ്ടി വരും. സോ ഞാൻ 45 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ അങ്ങനെ ഒരു ലെവൽ ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം പ്ലിന്ത് ലെവലിന് ശേഷം വരുന്നത് സിൽ ലെവലാണ്. സോ സിൽ ലെവൽ ഈ പ്ലിന്തിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ മുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഞാൻ 6 മില്ലിമീറ്റർ മുകളിൽ സിൽ ലെവൽ വരച്ച് ചേർക്കണം. ഈ രീതിയിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇതിന് ശേഷം വരുന്നത് ലിൻഡലിൻ്റെ ലെവലാണ്. സോ അത് ഡോറിൻ്റെ ഹൈറ്റ് വരെയാണ് ഉണ്ടാകുന്നത്. സോ എനിക്കിവിടെ ഫ്ലോറിൽ നിന്ന് 2.1 മീറ്റർ ഹൈറ്റിലാണ് ഡോർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്ലോർ അല്ലെങ്കിൽ പ്ലിന്ത് ലെവൽ അവിടെ നിന്ന് 2.1 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബിൽഡിംഗ് ഒരു സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. പക്ഷേ അതൊരു പബ്ലിക് ബിൽഡിംഗ് ആയതുകൊണ്ടും അതിന് ഏരിയ കൂടുതലുള്ളതുകൊണ്ടും ഞാനതിന് 4 മീറ്റർ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4.2 മീറ്റർ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഈ പ്രൊവൈഡ് ചെയ്ത 4.2 മീറ്റർ ഹൈറ്റ് ഒരു പബ്ലിക് ലൈബ്രറിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് മാക്സിമം ലൈറ്റ് അതുപോലെ വെന്റിലേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് പബ്ലിക് ലൈബ്രറിയിൽ കൂടുതൽ എയർ സർക്കുലേഷൻ ആവശ്യമുള്ളതുകൊണ്ട് ഇവിടെ 4.2 മീറ്റർ നെസസറി ആണ്. സോ നമുക്ക് ഇത്രയും ഹൈറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഒരു മെസനൈൻ ഫ്ലോർ കൊടുക്കാനുള്ള പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. സോ മെസനൈൻ ഫ്ലോർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൽ തന്നെ ഒരു പർട്ടിക്കുലർ സ്പേസിൽ മാത്രം ഞാൻ 2 ലെവൽസിലായിട്ട് ഫ്ലോർ അറേഞ്ച് ചെയ്യുന്നതിനാണ് മെസനൈൻ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. സോ അതൊരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഹൈറ്റ് നമുക്കൊരു 2 മീറ്ററെങ്കിലും കൊടുത്താൽ മാത്രമേ ആ പോർഷനിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഇവിടെ ഈ കൊടുത്ത് 2.1 മീറ്ററിൽ ഫ്ലോറിൽ നിന്ന് 2.1 മീറ്റർ ഹൈറ്റിൽ എനിക്ക് ഈ മെസനൈൻ ഫ്ലോറിൻ്റെ ഫ്ലോർ സ്ലാബ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ മുകളിലും വീണ്ടും ഒരു 2.1 മീറ്റർ ഹൈറ്റ് കിട്ടും. ആ 2.1 മീറ്റർ ഹൈറ്റിൽ ഈ മെസനൈൻ ഫ്ലോറിൻ്റെ മുകളിൽ ക്ലിയറൻസ് ഉണ്ടാകും. ആ ക്ലിയറൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ സ്പേസ്. സോ ഓൾ ടുഗദർ എനിക്ക് 4.2 മീറ്ററുള്ള ഹൈറ്റ്, ആ ഹൈറ്റിൽ എനിക്കിവിടെ 2.1 മീറ്റർ പ്ലസ് 2.1 മീറ്റർ ഹൈറ്റാണ് വരുന്നത്. സോ ഓരോ 2.1 മീറ്ററും ഓരോ പോർഷൻസാണ്. മെസനൈൻ ഫ്ലോറിൻ്റെ താഴെ മുകളിൽ വരുന്ന പോർഷൻസാണത്. സോ അത് നമുക്ക് കൺവീനിയൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആണ് ഇങ്ങനൊരു ഡയമെൻഷൻ ഇവിടെ സെലക്ട് ചെയ്തത്. ഇനി ഞാൻ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 4.2 മീറ്റർ അത് ഫ്ലോർ ലെവലിൽ നിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയാണ് വരിക. അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിനുശേഷം റൂഫ് സ്ലാബിൻ്റെ തിക്നെസ് 10 സെൻറ്റിമീറ്റർ തിക്നെസ്സാണ്. സോ ഞാനിവിടെ 1 മില്ലിമീറ്റർ തിക്ക് ലൈനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ അതെനിക്ക് ഈ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ഡിഫറെൻറ്റ് ലൈൻസ് ഗ്രൗണ്ടിൻ്റെ മുകളിൽ കിട്ടും. ഇനി ഗ്രൗണ്ടിന് താഴെയുള്ള ലെവൽ ലൈൻസ് ഫൗണ്ടേഷൻ ലെവലാണ്. സോ ഫൗണ്ടേഷനിലേക്ക് എനിക്ക് ഒരു 60 സെൻറ്റിമീറ്റർ ഡെപ്ത് കൊടുക്കണമെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 6 മില്ലിമീറ്റർ ലെവലുള്ള ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്യാം. അതിന് താഴെയുള്ള ഫൂട്ടിങ് അതിന് ഞാൻ 10 സെൻറ്റിമീറ്റർ തിക്നെസ്സാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്റർ തിക്നെസ്സാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ 2 മില്ലിമീറ്റർ
ലെങ്ത്തിൽ എനിക്കിവിടെ ഇങ്ങനെ ഒരു ലൈന് ലെവൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓൾ ടുഗദർ എനിക്ക് ഇത്രയും ലെവൽസാണ് വരുന്നത്. സോ വൺസ് അഗൈൻ ഏറ്റവും താഴെ ഫൂട്ടിങ്ങിൻ്റെ ബോട്ടം പോർഷൻ, അവിടുന്ന് 20 സെൻറ്റിമീറ്റർ തിക്നെസ് ഫോർ ഫൂട്ടിങ്. ആഫ്റ്റർ ദാറ്റ് ഫൗണ്ടേഷൻ ഡെപ്ത്ത് 60 സെൻറ്റിമീറ്റർ ആണ്, അതുകൊണ്ട് 6 മില്ലിമീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഗ്രൗണ്ട് ലെവലാണ്. സോ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ പ്ലിന്ത് ലെവലാണ് ഫസ്റ്റ് കാണുന്നത്. സോ പ്ലിന്തിലേക്ക് എനിക്ക് 45 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. സോ ഇങ്ങനെ ഞാൻ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ ഫ്ലോർ ലെവൽ വരിക. സോ അവിടുന്ന് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എനിക്ക് സിൽ ലെവൽ കാണാൻ വേണ്ടി പറ്റും, വിൻഡോയുടെ ബോട്ടം ലെവൽ. സോ ഈ ഫ്ലോറിൽ നിന്ന് ഞാൻ 2.1 മീറ്റർ പോയി കഴിഞ്ഞാൽ എനിക്കവിടെ ലിൻഡലിൻ്റെ ലെവലാണ് കാണാൻ വേണ്ടി പറ്റുക. അവിടെയാണ് ഡോറിൻ്റെ ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതേ ലെവലിൽ തന്നെയായിരിക്കും എൻ്റെ മെസനൈൻ ഫ്ലോറിൻ്റെ ഫ്ലോർ വരുന്നത്. അതിനുശേഷം എനിക്ക് ഫ്ലോർ ടു റൂഫ് ഡിസ്റ്റൻസ് 4.2 മീറ്ററാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് റൂഫിൻ്റെ സ്ലാബ് തിക്നെസ്, അത് 10 സെൻറ്റിമീറ്റർ. സോ ഇത്രയും ലെവൽസാണ് ഈ ഒരു പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് ഈ ലെവൽ ലൈൻസും അതുപോലെ ഈ എക്സ്റ്റൻഷൻ ലൈൻസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷണൽ വ്യൂ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റെയർ വരയ്ക്കുമ്പോൾ ഈ കാണുന്ന സ്ട്രിപ്പ്, ഈ കാണുന്ന പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഒരു പൊസിഷനിലാണ് ഞാൻ ഈ സ്റ്റെയർ അറേഞ്ച് ചെയ്യേണ്ടത്. സോ മെസനൈൻ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. സോ എനിക്കിവിടെ മെസനൈൻ ഫ്ലോർ റെസ്റ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ബീമിലാണ്. സോ എനിക്ക് ഇത്രയും പോർഷനിൽ കാണുന്ന ബീം ഈ വോളിൻ്റെ അകത്ത് കൺസീൽഡ് ആയിരിക്കും. സോ അതിനുശേഷം ഇവിടെ എനിക്ക് ഡോട്ടർ ലൈൻ കാണാൻ വേണ്ടി പറ്റും. സോ പിന്നീട് ഇങ്ങോട്ട് ഈ രീതിയിൽ ഡോട്ടർ ലൈൻ വരച്ചാൽ കാണുന്നത് അത് ഈ മെസനൈൻ ഫ്ലോർ സപ്പോർട്ട് ചെയ്യുന്ന ബീമാണ്. സോ ഈ ബീം സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന കോളംസിലാണ്. സോ ഇപ്പുറത്തും കോളംസ് ഉണ്ടാവും, അത് വോളിൻ്റെ അകത്ത് കൺസീൽഡ് ആണ്. സോ നമുക്ക് ഇവിടെയും എല്ലാം കോളംസ് കാണാൻ വേണ്ടി പറ്റും. ആ കോളംസിലാണ് ഈ ബീംസ് റെസ്റ്റ് ചെയ്യുന്നത്, ആ ബീമിൻ്റെ മുകളിലാണ് ഈ സ്ലാബ് റെസ്റ്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഈ കാണുന്ന ബീമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന സ്റ്റെയർ, ഈ സ്റ്റെയറിൻ്റെ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെയറിൻ്റെ സ്ലാബിനെ ഈ സൈഡിൽ ഈ വോളിൻ്റെ മുകളിലുള്ള ബീം സപ്പോർട്ട് ചെയ്യും, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ സെപ്പറേറ്റ് ഞാനൊരു ബീം കൊടുത്തിട്ടുണ്ട്. ആ ബീമിൻ്റെ മുകളിൽ ഈ സ്റ്റെയറിൻ്റെ സ്ലാബ് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും. സോ ഈ രീതിയിലാണ് ഞാനിവിടെ ബീംസ് കൊടുത്തിട്ടുള്ളത്. സോ എനിക്ക് ഈ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്ഷണൽ വ്യൂ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ബിൽഡിങ്ങിൻ്റെ സെക്ഷണൽ വ്യൂ എനിക്ക് ഈ രീതിയിൽ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇവിടെ വോൾ തിക്നെസ് ഞാൻ ഈ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കട്ടായി പോകുന്ന വാളുകളും കട്ടാകാതെ കാണുന്ന വാളുകളും ഉണ്ട്. സോ കട്ടാകുന്ന വാളുകൾക്ക് താഴെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫൗണ്ടേഷൻ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ ഇവിടെ കാണുന്ന ഒരു കട്ടാകാത്ത വാളുണ്ട്, ഈ വാളിൻ്റെ ഈ എഡ്ജാണിത്. സോ അത് ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വാളാക്കി മാത്രം കാണിച്ചിട്ടുണ്ട്, താഴെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ഇനി ഇതിൽ സ്റ്റെയർ കട്ടായി പോകുന്നത് സെക്ഷനിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എനിക്ക് ഇത്രയും പോർഷൻ മെസനൈൻ ഫ്ലോറാണ് വരുന്നത്. സോ അതിന് ഞാൻ ത്രൂ ഔട്ട് ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഫ്ലോറിലേക്ക് കയറാൻ വേണ്ടി ഈ രീതിയിലാണ് സ്റ്റെയർ സെക്ഷണൽ വ്യൂവിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റുന്ന ഈ തിക്നെസ് ബീമാണ്, ഈ കൊടുത്തിട്ടുള്ള ബീമാണ് ഈ കാണുന്ന ഡബിൾ ലൈൻ്റെ ഇടയിലുള്ള സ്പേസ്. ഈ കാണുന്ന ബീം, ഇവിടെ ഒരു ബീം ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. സോ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോകുന്ന ബീമാണെന്ന് കാണാൻ വേണ്ടി പറ്റും. സോ ഈ പോകുന്ന ബീമാണിത്. ഈ ബീമിൻ്റെ മുകളിലാണ് ഈ സ്റ്റെയറിൻ്റെ സ്ലാബ് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ സ്റ്റെയർ ഇങ്ങനൊരു സ്ലോപ്പ്ഡ് സ്ലാബിൻ്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ സ്ലാബ് റെസ്റ്റ് ചെയ്യുന്നത് ഈ കാണുന്ന ബീമിലാണ്. ഇനി എനിക്കിവിടെ ഈ ലാൻഡിങ് പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ലാൻഡിങ് റെസ്റ്റ് ചെയ്യുന്നത് ഈ വോളിൻ്റെ നടുവിലുള്ള ഒരു ബീമിലായിരിക്കും.
ഈ വോളിൻ്റെ നടുവിലായിരിക്കും ആ ബീം വരുന്നത്. ഇനി എനിക്ക് ഇവിടെയും കോളംസ് ഉണ്ട്. ആ 3 കോളംസും സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ 3 കോളംസ് ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. സോ അതിനുശേഷം എനിക്ക് ഔട്ടർ വാള് ഇവിടെയാണ് കിട്ടുന്നത്. സോ ഔട്ടർ വാൾ കട്ടായി പോകുന്നതുകൊണ്ട് ഈ ഔട്ടർ വാൾ ഹാച്ച് ചെയ്യണം. ഈ ഔട്ടർ വാൾ ഹാച്ച് ചെയ്യുന്നു, അതുപോലെ ഈ വോൾ ഹാച്ച് ചെയ്യുന്നു, ഈ വാളും ഹാച്ച് ചെയ്യണം. ഈ കാണുന്ന മീറ്റിംഗ് റൂമിൻ്റെ സെക്ഷണൽ വ്യൂ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പം ഡോർസ് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഈ വ്യൂവിൽ എനിക്ക് ഡോറും വിൻഡോയും ഒന്നും വ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണുന്ന ഈ 2 ഡോറ്, സോ ഈ ഡോറ് എനിക്ക് ഈ ഒരു വോള് ഉള്ളതുകൊണ്ട് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഞാൻ സെക്ഷണൽ വ്യൂവിൽ അത് ഡോട്ടഡ് ആക്കി കൊടുക്കുന്നു. കാരണം സെക്ഷണൽ വ്യൂവിൽ എനിക്ക് മാക്സിമം ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ മാത്രമേ എനിക്ക് അതിന് എന്തെങ്കിലും യൂസ് ഉണ്ടാകുന്നുള്ളൂ. സോ ഞാൻ ഇവിടെ ഈ ഡോറ് കാണുന്നില്ലെങ്കിലും അത് ജസ്റ്റ് ഡോട്ടഡ് ലൈനായി കൊടുത്തേക്കുന്നത് ഇവിടുത്തെ ഡോറിൻ്റെ ഹൈറ്റ് അതുപോലെ വിഡ്ത്തൊക്കെ സെക്ഷണൽ വ്യൂവിൽ കാണിക്കാൻ വേണ്ടിയാണ്. അതേപോലെ എനിക്ക് പ്ലാനിൽ ഇവിടെ ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള വിൻഡോ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എനിക്ക് സെക്ഷണൽ വ്യൂവിൽ ഒരു വിൻഡോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് സെക്ഷണൽ വ്യൂവിൽ ഇവിടെ ഡോട്ടഡ് ലൈനാക്കി ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡോട്ടഡ് ലൈനാക്കി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വ്യൂ ചെയ്യുന്നില്ലെങ്കിലും ഡോട്ടഡ് ലൈൻ ആയതുകൊണ്ട് അവിടെ അത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ രീതിയിൽ എനിക്ക് സെക്ഷണൽ വ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഹാൻഡ് റെയിൽസ് കൊടുത്തത് ഈ സ്റ്റെയറിൻ്റെ ഹോളിലാണ്. അതുപോലെ ഇവിടെ ത്രൂ ഔട്ട് ഈ ബീം കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ബീംസ് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ കാണുന്ന ബീംസാണ്. പിന്നെ എനിക്ക് റൂഫ് സ്ലാബ് കാണാൻ വേണ്ടി പറ്റും. ഈ റൂഫ് സ്ലാബിൻ്റെ ഹൈറ്റ് ഫ്ലോറിൽ നിന്നും 4.2 മീറ്റർ ഹൈറ്റിലാണ്. അതിൻ്റെ നേർപകുതിയിൽ മെസനൈൻ ഫ്ലോർ ഇത്രയും പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അണ്ടർഗ്രൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 45 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ബേസ്മെൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഫൗണ്ടേഷൻ 60 സെൻറ്റിമീറ്റർ, താഴെ ഫുട്ടിങ് 20 സെൻറ്റിമീറ്റർ. ഈ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, മെസനൈൻ ഫ്ലോർ വരുമ്പോൾ നമ്മൾ സ്റ്റെയർ കൊടുക്കേണ്ടത് ഈ രീതിയിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റെയർ ഹോള് ഇത്രയും പോർഷനിൽ വരും. അതിനുശേഷം നമുക്ക് ഈ മെസനൈൻ ഫ്ലോർ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 മീറ്ററെങ്കിലും ക്ലിയറൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ മെസനൈൻ ഫ്ലോർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ ഇനി നമുക്ക് ഇതിൻ്റെ എലിവേഷൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പ്ലാനിൽ മുകളിലേക്കുള്ള പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നു. അതുപോലെ സെക്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നു. അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ എലിവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിൻ്റെ എലിവേഷണൽ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കിട്ടുന്നത്. സോ നമ്മൾ പ്ലാനിൽ നിന്നും സെക്ഷനിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ലൈൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് എലിവേഷൻ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണാൻ പറ്റും. സോ നമുക്ക് ഇങ്ങോട്ട് കയറുന്ന സ്റ്റെപ്പ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ സ്റ്റെപ്പ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇതാണ് നമ്മൾ കൊടുത്ത ഡോറ്. നമുക്കിവിടെ വിൻഡോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ വിൻഡോ നമുക്ക് മെസനൈൻ ഫ്ലോറിൽ അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്കിവിടെ വിൻഡോ ഈ രീതിയിൽ കാണിക്കാം. സോ ബാക്കി പോർഷൻസ് ഒന്നും നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നില്ല. സോ ഇത്രയും കാര്യങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് സൺഷെയ്ഡ് അതുപോലെ ഫ്രണ്ടിൽ ഇവിടെ വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അതുപോലെ ഇവിടെ വേണമെങ്കിൽ വിൻഡോ കൊടുക്കാം. സോ ഇതൊക്കെ ചെയ്തിട്ട് ഇതിനെ മോഡിഫൈ ചെയ്യാം. സോ നമുക്ക് ഈ രീതിയിലാണ് ഇതിൻ്റെ സെക്ഷണൽ വ്യൂവും അതുപോലെ ഇതിൻ്റെ പ്ലാൻ വ്യൂ ഈ രീതിയിൽ കിട്ടുന്നു. പിന്നെ എലിവേഷൻ ഇങ്ങനെ കിട്ടുന്നു. നിങ്ങളിതിൽ ഡീറ്റെയിലിംഗ്, ഡയമെൻഷനിങ്, ഹാച്ചിങ് അതെല്ലാം ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ ഓഫ് എ പബ്ലിക് ലൈബ്രറി വിത്ത് മെസനൈൻ ഫ്ലോർ ഈ രീതിയിൽ കിട്ടുന്നതാണ്.